അവിടെ അവിടെ ഇപ്പോഴും ലെപ്രസി പുതുതായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. കുഷ്ഠം എന്ന് പറയുന്ന രോഗം ഇപ്പോൾ പുതുതായിട്ടൊന്നും. പക്ഷേ അവിടുത്തെ അന്തേവാസികൾ അവിടെ ഉള്ള ആളുകൾ 40-45-50 പേര് അവിടുന്ന് പോകാറുണ്ട്. അവർ പോകത്തില്ല. ഇവിടെ രാഷ്ട്രീയമൊക്കെ കളിച്ച് 2-3 ഇലക്ഷൻ്റെ ബൂത്തുകളൊക്കെ ഉണ്ട്. ഇലക്ഷൻ്റെ പ്രചരണവും പരിപാടിയൊക്കെ ആയിട്ട് അവിടെ അതിനകത്ത് തന്നെയാണ്. അപ്പോൾ അവരെ ശുശ്രൂഷിക്കുന്ന, ഇപ്പോഴും മുറിവുകളൊക്കെ ഉണ്ട്, അവരെ ശുശ്രൂഷിക്കുന്ന നഴ്സുമാരെ വളരെ ഗംഭീരമായ ഏതാണ്ട് 10-85ഓളം ആളുകൾ രാവിലെ 8 മണിക്ക് വന്ന് 10 മണിക്ക് തീരത്തക്കോളം നേഴ്സസ് ദിനം നമ്മൾ ആചരിക്കാറുണ്ട്. അപ്പോൾ അത്രമാത്രം നമുക്ക് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് നമുക്ക് കഴിയും. എല്ലാ പ്രധാനപ്പെട്ട ഒക്ടോബർ 2 ഗാന്ധി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ഗാന്ധിജിയാണല്ലോ നമ്മുടെ വഴികാട്ടി. ഗാന്ധിജിയുടെ കുറുക്കിയുള്ള ഉപ്പ് സത്യാഗ്രഹമാണ്. സബർമതിയിൽ നിന്ന് ഡൽഹിക്കടപ്പുറത്തേക്കുള്ള യാത്രയാണ് നമ്മുടെ സിംബൽ. അതിനെ കണക്കാക്കിക്കൊണ്ട് ഒക്ടോബർ 2 അദ്ദേഹം ജനിച്ച ദിവസം, അതുപോലെ അദ്ദേഹം രക്തസാക്ഷിത്വം ധരിച്ച ബിർളാ മന്ദിരത്തിൽ അദ്ദേഹം ജീവൻ വെടിഞ്ഞ ജാനുവരി മാസം 30. ഈ ദിവസങ്ങൾ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന, വിശിഷ്യ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട, ആർക്കും വേണ്ടാത്ത ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ ചെന്ന് അവരെ താമസിപ്പിക്കുന്ന ഇടത്ത് അവർക്ക് ആഹാരം കൊടുത്ത് അവരുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കലാപരിപാടികൾ നടത്തി മറ്റ് പല പരിപാടികളും അവിടെ വെച്ചാണ് ഒരു 2 മാസം കൂടിയിരിക്കുമ്പോൾ നമ്മൾ നടത്തുന്നത്. അത്തരത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളെല്ലാം പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാം നമ്മളൊന്ന് പ്രവർത്തിച്ചാൽ നമുക്കതിന് പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷെ അതിന് നമ്മൾ എഴുതിയിരിക്കണം മണ്ഡലം ചെയർമാന്മാർ മാത്രം പോരാ, മണ്ഡലം ഭാരവാഹികൾ, മണ്ഡലത്തിന്റെ യോഗങ്ങളിൽ വിളിക്കുന്ന എത്ര മണ്ഡലം ചെയർമാന്മാരുണ്ട്, സംഘം ഭാരവാഹികളുടെ യോഗം വിളിക്കുന്ന എത്ര ചെയർമാന്മാരുണ്ട്, എത്ര മണ്ഡലങ്ങളുണ്ട്, അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം ഞാൻ വന്നിരുന്ന എല്ലാ മാസവും നിങ്ങളോട് ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നിങ്ങൾ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ വിളിക്കാൻ പലരും ഇല്ലാന്ന് പറയില്ല, എല്ലാവരും പറയില്ല, പലരും അത് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഇവരൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് പറയേണ്ടി വന്നത് ഒരു സമയം തന്നെയാണ്. അല്ലെങ്കിൽ കാരണം അവരെന്നോടാണ് ഇവർ രണ്ടുപേരുടെ അപ്പുറം മീറ്റിംഗ് ചേച്ചി ചേർത്തലൊക്കെ ചേർത്തേണ്ട കാര്യം ചേർത്തല ഇത് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു അഭിമാനത്തോടുകൂടി പറയാനുള്ള ഒരു സന്ദർഭം നിങ്ങളായിട്ട് എനിക്ക് ഉണ്ടാക്കി തരണം എന്നും കൂടി എനിക്ക് പറയാനുള്ളൂ. ബാക്കി മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ എല്ലാ മാസവും നമ്മുടെ മീറ്റിങ്ങുകളിൽ ഞാൻ ഉണ്ടാകുന്നുണ്ട്, ഞാനപ്പോൾ പറയുന്നുണ്ട് നമുക്കിത് എങ്ങനെ കൊണ്ടുപോകണം, നമുക്കിത് വളർത്തിയെടുക്കണം, ഭംഗിയാക്കണം, ഇതെല്ലാം നമ്മൾ പറഞ്ഞു നിർത്തണം. പക്ഷെ ഇനി നിങ്ങളുടെ ഓരോ ഇപ്പോഴത്തെ ചെയർമാൻ വന്നിരിക്കുന്ന മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് നിങ്ങളുടെ ഓരോ മണ്ഡലത്തിന്റെയും വിലയിരുത്തലുകൾ, നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ മണ്ഡലത്തിൽ എന്നുള്ളത് അത് നേരിട്ട് അറിയാനാണ് നമ്മുടെ സിഇഒയും അതുതന്നെ നമ്മൾക്ക് ബാങ്കിന്റെ അടുത്ത് നമ്മുടെ സാമ്പത്തിക ബാധ്യതകൾ അതെല്ലാം നമ്മുടെ സിഇഒക്ക് എല്ലാം അറിയാം. ചെയർമാനോട് ചോദിച്ചു, സാറേ നമ്മുടെയൊക്കെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചു ഈ സംഘടന. അപ്പൊ സാറ് പറഞ്ഞ മറുപടി എന്നെ ഭയങ്കരമായിട്ട് വിഷണനാക്കി. നമ്മുടെ ജീവിതാവസാനം വരെ അതിന്റെ സ്ഥാനം. അപ്പൊ അന്ന് തുള്ളിച്ചാടിയ ചാട്ടം അവിടുത്തെ 2-3 ടൈൽസ് ഒക്കെ പൊട്ടിച്ചു കളഞ്ഞു. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട് ചേച്ചി അവിടെ കിടന്ന് തുള്ളിച്ചാടിയ സ്റ്റേറ്റ് സമ്മേളനത്തിൽ. ഞാൻ പറഞ്ഞത് നമ്മുടെ മരണത്തോടു കൂടിയാണ് ഈ സംഘടനയുടെ ഭാരവാഹിത്വം പ്രവർത്തിച്ചാലും ഇല്ലെങ്കിൽ വളരെ അപൂർവം പേര് മാത്രമേ നമ്മൾ തീരെ എതിരിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല, നെഗറ്റീവായി പോകുന്നു, നമുക്ക് പ്രവർത്തനങ്ങൾക്ക് ഒരു ശ്രദ്ധയുമില്ല എന്നുള്ളത് കൊണ്ട് മാറ്റം ചെയ്യപ്പെടുത്തും. അല്ലാത്തടത്തോളം നമ്മൾ ആരും പാരസെറ്റമോൾ കൊടുത്തു നോക്കും, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെറിയ ആൻറ്റിബയോട്ടിക്, ചെറിയ വീര്യമുള്ള ആൻറ്റിബയോട്ടിക് നോക്കും, കാഠിന്യമുള്ള ആൻറ്റിബയോട്ടിക് നോക്കും, കുറച്ചുകൂടെ കൂടിയ ട്രിപ്പ് ഇട്ട് നോക്കും. ഇതൊന്നും ശരിയാകുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഒഴിവാക്കത്തുള്ളൂ. നമ്മുടെ രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്വയം തയ്യാറായി പോകുന്നവരുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ റിപ്പോർട്ടിങ്ങിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഇന്നിവിടെ 11 മണ്ഡലം ചെയർമാൻമാരിൽ 9 പേർ പങ്കെടുത്തിട്ടുണ്ട്. ആ 9 പേരിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് ഒന്നിരിക്കാവും. ഇന്നും പങ്കെടുത്തിരിക്കുന്ന മണ്ഡലം ചെയർമാൻമാർ